ഹലോ ഗൈസ്, 3:45 സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ അങ്ങനെ 6:30 കഴിഞ്ഞപ്പോൾ ആലപ്പുഴ എത്തി. അധികം വൈകാതെ തന്നെ ബസ് കിട്ടി വീട്ടിലെത്തി. ഇന്നലത്തെ നടത്തത്തിന്റെയും ഉറക്കമില്ലായ്മയുടെ ഒക്കെ ക്ഷീണം നല്ലപോലുണ്ട്. അതുകൊണ്ട് ബാഗും വെച്ച് ഫുഡും കഴിച്ച് കയറി കിടന്നുറങ്ങി. ഒരു ഡീപ് സ്ലീപ്പ്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. പക്ഷെ ക്ഷീണമെല്ലാം മാറി പവറായി. പിന്നെ ലഞ്ചും കഴിച്ച് കുളിച്ചിറങ്ങി അടുത്ത യാത്രക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പള്ളിപ്പുറത്തേക്കാണ് പോക്ക്. പട്ടിചന്തക്ക് പോകുന്നത് പോലെ കയ്യും വീശിയാണ് ഇറങ്ങിയത്. ഇന്ന് തന്നെ തിരിച്ചു വരണമെന്ന് ഉറപ്പിച്ച് മനഃപൂർവ്വമാണ് സാധനങ്ങളൊന്നും എടുക്കാതിരുന്നത്. വൈക്കം വഴി പോകുന്നതാണ് എളുപ്പം. മണ്ണഞ്ചേരിട്ട് വൈക്കം ഡയറക്റ്റ് ബസ് കിട്ടും. പിന്നെ വൈക്കം ടു തവണക്കടവ് ബോട്ട് യാത്ര എപ്പോഴും ഹാപ്പിനെസ് ആണ്. എന്താണെന്നറിയില്ല. അങ്ങനെ ബോട്ട് ഇറങ്ങി ബസ് കയറി വീട്ടിലേക്ക് വന്നു. ഇവിടെ മെയിൻ്റനൻസ് പണി നടക്കാണ്. അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ അണ്ണനെ പറഞ്ഞ് കടി വാങ്ങാനായിട്ട് കടയിലേക്ക് വിട്ടു. അണ്ണനെ കാണുന്ന എല്ലാവരും പറയുന്നത്, എടാ കൊച്ചു നിന്റെ മുഖമൊക്കെ ചെറുതായി പോയല്ലോ, എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചു വരണേ? അണ്ണൻ പറഞ്ഞു അത് ജിമ്മിൽ പോകുന്നതിന്റെ ആണെന്ന്. അപ്പോൾ അവർ പറയാം, എന്നാ കുഴപ്പമില്ല. ബൈ ദ വേ അണ്ണൻ ജിമ്മ് നിർത്തിയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. കംബാക്കിനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്ര നാളെ ജിമ്മിൽ പോകാതിരുന്നതെന്ന് ജിമ്മിൽ പോയി തുടങ്ങുമ്പോൾ പറയാം. ഓക്കെ. അങ്ങനെ നടന്നു പോയി കടി വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി. എന്നിട്ടൊരു ചായ കുടിച്ചിരുന്നപ്പോൾ മുത്തശ്ശി പറഞ്ഞു മഞ്ഞൾ പറിക്കാൻ. നേരെ വലിച്ചു പറിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഉദ്യമം വിജയകരമായില്ല. അപ്പോൾ ഒന്ന് അഡ്വൈസ് ചെയ്തു, വല്ല പാരയോ തൂമ്പോ എടുത്ത് കുത്തി നോക്കിയാൽ പെട്ടെന്ന് കിട്ടുമെന്ന്. പിന്നെ അണ്ണൻ പോയി ഒരു പാരയായിട്ട് വന്ന് പണി തുടങ്ങി. സംഭവം വിജയകരം. അങ്ങനെ അവിടെ നിന്ന് മഞ്ഞൾ മുഴുവൻ പറിച്ചിട്ട് സന്ധ്യ കഴിഞ്ഞപ്പോൾ ഉണ്ണിയായിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ ആളെണ്ണം കൂടും. ആൻഡ് അണ്ണൻ ഇന്ന് തിരിച്ചു പോയില്ല ഗൈസ്. ഇതാണ് ഇവിടെ വന്നുള്ള കുഴപ്പം. ഒരു ചുരുളിയാണ് ഇവിടെ. തിരിച്ചു പോകല് പാടാ. അങ്ങനെ അവിടെ നട്ടപ്പാതിര വരെ സംസാരിച്ചിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ബൈ.